ഓലി കൊമ്പങ്കാടാണ് അത്ര കൊമ്പങ്കാട് 2.5 കോടിന്റെ പേരാ 3.5 കോടിന്റെ പേരാർക്കാണ്ട് മനസ്സിനൊരു വള വാങ്ങിത്തരാൻ ഇവിടെ ആർക്കും പോയി പോലെ എനിക്കിങ്ങനെ വിറകും ചുമന്ന വെയിലും കൊണ്ട് ഞാൻ കറുത്ത് കരിമുട്ടി പോലെ ആയി പോവും. എന്നാണ് പഠിച്ചോനെ ഈ ദുരിതം ഒന്ന് തീരുക. എങ്കർ തലവർ കോയാക്കി സുളയേട്ടാ ഞങ്ങൾക്ക് കുറച്ച് പടക്കം വാങ്ങിത്തരാതെ ഈ ബോർഡ് ഇവിടെ തൂങ്ങൂല. ഇമ്മച്ചാ ഞാൻ ക്രിക്കറ്റ് കളിച്ചാ പോയപ്പച്ചിനോട് പറയണ്ട. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം? ആരെയും കേക്കണ്ട. കുലുസല്ലേ അത്? അല്ല കുലുസല്ലേ? അതെ എന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. എന്റെ പേര് പൊട്ടിക്കാൻ തരുമോ? ഓർത്തണക്കല്ല ഇത് വന്ന് നാളേക്ക് കോയൊക്കെ ജയിച്ചാ പൊട്ടിക്കുന്ന പടക്കം ശിവകാശി പടക്കം വേടാ ലക്ഷം പിന്നാലെ അങ്ങോട്ട് ആ കാക്ക കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് എനിക്ക് എന്താ കാര്യം? ഇന്റെ ഒപ്പം ചെല്ലേ കേക്കണ്ടിയത് അതിനോട് ചൂടാണ് പോയി പറയാം. വെറുതെ ഇറപ്പിച്ചാൽ നിൽക്കണ്ടോ? ഓർമ്മയുണ്ട് ഷാജഹാൻ ഒരു മുന്താസിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് എന്റെ പുറകെ ഞാൻ എത്ര നടന്നതാ. കാര്യണ്ടേ ചെറുട്ട് പസങ്ക ഇനി അപ്പടി കൊണ്ടു വല്ല പറമ്പിലും പോടാ. മെമ്പറെ മുന്നിൽ പോയി അല്ലെങ്കിൽ കിട്ടും എനിക്ക്. ഞാൻ കേക്കായിട്ടല്ലതൊന്നും 2.5 കോടി എന്നെ കെട്ടിനെങ്കിൽ ഇപ്പൊ ഈ വിറകും ചുവന്ന് നടക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവുക. മോനെ ഷാജഹാനെ അതോർത്തിങ്ങി വിഷമിക്കണ്ട കേട്ടോ. ഇതുണ്ടല്ലോ എന്റെ പയറ് കൃഷിക്കുള്ള പുറത്തുണ്ട് പാക്കള ആ ഇവിടെ ജയിച്ച പോലെയാണ് ആഘോഷം തുടങ്ങിയില്ലേ? ശിവകാശി പടക്കം കൊടുങ്ങാണ്ട് പൊട്ടിച്ചത് തുടങ്ങിയില്ലേ? സുണക പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. 2.5 കോടി പറഞ്ഞതേ ഞാൻ നയിച്ചുണ്ടാക്കിയതാ. നാട്ടുകാരെ എന്തെങ്കിലും കാട്ടുന്നു വന്നിക്കാണ്ട് എന്തെങ്കിലും പറയണ്ടിച്ചിട്ട് ഇജ്ജോ അതേമാതിരി പറയാം. അനക്ക് എന്തിന്റെ കുറവാണുള്ളത്? എനിക്കിവിടെ ബിസ്ക്കറ്റ് ഇല്ല. പന്തലിടാനുള്ള ഓലയാണ്. അല്ലേ എനിക്കെന്താ പരിപാടി? മീൻ കച്ചവടം. വെറുതെ അല്ല ഒരു നാറ്റോ ഇന്നെ കെട്ടിക്കിട്ട ഞാനും നാറിപ്പോവുകയാണ്. ശിവകാശി ആ മാളുക്കാക്ക നാളെ നമ്മ പറഞ്ഞ് ജയിക്കൂലേ? ജയിക്കാതെ എവിടെ പോകാനാ? മാനു പറവാ. നാട്ടിലെല്ലാരും അഭിപ്രായം എന്താണ് ചർച്ച? അപ്പച്ചാ ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. നെരപ്പേൽ മത്തായിയുടെ മോനാണെന്ന് പറയുന്നത് തന്നെ ഒരു ഇമേജ്. എന്താ കമ്മിയുള്ള ഇവിടെ? എനിക്കൊരു സ്വർണത്തിന്റെ വള വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലായി? അല്ല എന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ബിസിനസ്. എന്ത് ബിസിനസ്? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്. നടക്കണേ 300 ബോട്ട് ഒരു വശത്ത് നമ്മള് ജയിച്ചു എന്നാ പറഞ്ഞിട്ട് നേരോ പൊട്ടിച്ച സുണക പടക്കം. ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുക. കൊമ്പങ്കാട്ടേര് ഒരു കാര്യത്തിലും നോ പറഞ്ഞ ചരിത്രമല്ല. ആ ഇപ്പച്ചി യെസ് പറഞ്ഞു. എനിക്ക് 2 അല്ല ഇതാര് നത്തോലിയമാൽക്ക്? എടാ ഷാജഹാനെ നീ എന്താണ് ഇവിടെ? ഞാനിവിടെ മീന് പൈസ വാങ്ങാന്ന്. അല്ല കേട്ടാ മതി, കുറച്ച് ചർച്ച ചെയ്യാണ്ട് ഉള്ളിക്ക് വാ. എന്തായാലും മാനോ ഇന്നലെ നമ്മൾ അടികൾ ചെയ്തത് ശരിയായില്ല. ആ അമ്മണി അമ്മനെ വോട്ടിന് വിളിച്ചു കൊടുത്തിട്ട് വീട്ടിലാക്കി കൊടുക്കാതെ വഴിയിലിറക്കി വിടുക ചെയ്ത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ നമ്മുടെ പാർട്ടിയെ അതന്നെ ഞാനും പറഞ്ഞത്. SS ഗോൾഡ് അവിടെ നമ്മൾ ഏത് വളർത്താലും ഗ്രാമിന് 200 ഉറുപ്പിനുള്ളൂ ഇപ്പൊ പഠിക്കൂലി. അത് മാത്രല്ല SS ഗോൾഡിക്ക് ഞാൻ പോവാൻ വേറെ കാരണം. നിങ്ങൾ തമ്മിൽ അറിയോ? പിന്നെന്താ, ഇവന്റെ അടുത്തല്ല ഞാൻ മീൻ എടുക്കുന്നത്. വലിയ പുള്ളിയാ. കഴിഞ്ഞ മാസം എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടല്ലോ ഗിഫ്റ്റ് വാങ്ങാൻ പൈസ ഇല്ലായിട്ട് ഇവനെ എന്നെ സഹായിച്ചു. നമ്മൾ 6 മാസത്തിന് ഗൾഫിക്ക് പോവാണല്ലോ. അപ്പൊ ഇജ്ജുണ്ടല്ലോ പൊട്ടിയതും ചെറിയതൊക്കെ കൂടെ ഒരു ഭരണക്കടലാസിൽ പോയി വെച്ചു കുറച്ച് സ്വർണം അത് അവിടെ കൊണ്ടേ കൊടുക്കണം. അവിടെ കൊണ്ടുവച്ചിട്ടെത്താ ഇതെന്റെ കെട്ടിയോള്. അല്ല നത്തോലിയെ എനിക്കൊന്ന് പോയി കുളിച്ചൂടെ? എന്തൊരു മീനാറ്റ അവിടെ. ആ തള്ള നമ്മളെ ഓട്ടച്ചെരുപ്പിനല്ല കുത്തിയത്, ഒലക്കല്ല കുത്തിയത്. അത് വെച്ചിട്ട് വഴിയിൽ ഇറക്കി വിടാ ചെയ്യാ മാനോ. കുളിച്ചിട്ടാ തള്ളനെ അവിടെ. നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ അതിനകത്തുണ്ടാവും അവിടെ.
6 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴേ പണിക്കൂലി ഇല്ലാതെ പുതിയ സ്വർണ്ണം കിട്ടും. കോയിനേറ്റാ കളി. അപ്പൊ മോൾ എന്താ മോനെ രാവിലെ ഇറങ്ങിയല്ലേ നമ്മളെ പണിയും കറഞ്ഞൂടെ? അല്ല ഇഞ്ഞെന്താ അവിടെ വെക്കുന്നത്? അത് ഞാൻ വിറകിന് പോയതാ. എന്നാ വിറക് എടുത്ത് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് വേഗം കുറച്ച് വെള്ളം. നമ്മളെ പെരയുടെ കാര്യം എന്ത് പേരാ ഏത് പേരാ ആറത് പൈസ വാങ്ങിക്കൂടെ വോട്ട് ചേർക്കാണ്ടേ. സുണകനെ അങ്ങനെ വിട്ടാ പറ്റൂല, ഒരു പണി കൊടുക്കണം. ബാടാ അതിനൊരു തീരുമാനമില്ല. ഓളെന്താ എന്നെ കാട്ടിയേ? ഓളമുള്ള 2 കച്ചോണ്ടിന്റെ ഇവിടെ തച്ചു. നോണ പറയേ. ഒരു ഓവറും കൂടി ചൂടാക്കി നോക്ക്, എനിക്ക് കുളിക്കാൻ. വീട്ടിലേക്ക് വാടാ, കട്ടൻ കുടിച്ചിട്ട് പോവാ. ഇല്ലാതെ കുറച്ച് അർജന്റ് ഉണ്ട്. ആണോ? എന്നായിക്കോട്ടെ. നീ എന്താ ഇവിടെ വായും പൊളിച്ചേക്കുന്നേ? പെട്ടെന്ന് നാടിൻ നന്മകനെ പൊന്മകനെ കോയവനെ കോയക. ഇവിടെ വാ, എന്റെ ഉള്ള ഓവർ ഞാൻ കഴിച്ചു. ഇജ്ജ് കാട്ടുന്നതൊക്കെ ഞാൻ ക്യാമറയിൽ കണ്ടതാണ്. ഇജ്ജ് ഇവിടെ SS ഗോൾഡ് പോയി കണ്ടേ. അതാ തന്റെ പോ പറച്ചോനെ മൈമൂൻ എന്റെ പല്ലോ. വീട്ടിലേക്ക് വരാൻ നോക്ക്. എന്റെ വീട്ടിലുണ്ടൊരു മുന്താസ്. അപ്പന്റെ ചിഹ്നം മറക്കണ്ട, ഓന്താണ് ഇന്നെ ജയിപ്പിച്ച അന്റെ വീട്ടിലുള്ള റോഡ് ഇന്റർലോക്ക് ഇട്ട്. ആചാരൊക്കെ ഞാൻ വിളിച്ചോളാം. പോക്കൊരു വളെടുക്കണം. വാ മോൾട്ടെ, ഇന്ന് ഞാൻ ഗോൾഡൻ ഡക്കായി. ആരെപ്പെടുത്ത് ഈ ബോർഡ് എടുത്തേ? ഓളെന്തായാലും വിറകൊണ്ടൊന്നല്ല ചായ ഉണ്ടാക്കല, നല്ല ഗ്യാസ് മല. എന്നാ ഞാൻ പോട്ടെന്നാലേ. അത് മോൾട്ടെ നോബോൾ എറിഞ്ഞാളപ്പച്ചേ. അടച്ചോനെ. ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് പരപ്പനങ്ങാടിയുള്ള SS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് കേട്ടോ. ഇവിടെ എന്തായി റിസൾട്ട് അറിഞ്ഞോ? എന്താ പൊട്ടിയത്? ബോംബോ? തുണകാ ഇത് എവിടെ വാങ്ങിയത്? എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? വേങ്ങര വെട്ടിത്തോടുള്ള ശിവകാശി പടക്കം. അടച്ചോനെ. ഫുള്ള് കരഞ്ഞു പോയാച്ച കോയക്ക. അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി